നീലിമയുടെ അച്ഛൻ മരിച്ചതിന് ശേഷം അവിടെയുള്ള എല്ലാ കാര്യങ്ങളും അവരുടെ മോളാണ് നോക്കാൻ തുടങ്ങിയത്. അതുകൊണ്ട് അവൾ ഒരു ചൈനീസ് ബേല കടയും തുടങ്ങാനും തുടങ്ങി. നീലിമ തന്നെ ദിവസവും ചട്നിയും തയ്യാറാക്കാൻ തുടങ്ങി. പിന്നെ അവൾ തന്നെ നൂഡിൽസും ഫ്രൈ ചെയ്ത് വെക്കും. വൈകുന്നേരം 5 മണിയായാൽ അവളുടെ കട അവൾ തുറന്നും വെക്കും. ചേച്ചി, എനിക്കൊരു ചൈനീസ് ബേൽ തരൂ. എനിക്കും വേണം. എനിക്ക് 2 പാർസൽ വേണം. നീലിമ കട തുറന്ന ശേഷം അവിടെയുള്ള കസ്റ്റമേഴ്സൊക്കെ വല്ലാതെ തിരക്കോടെ തുടങ്ങും. നീലിമ അവിടെയുള്ള എല്ലാ കസ്റ്റമേഴ്സും അവളുടെ സ്പെഷ്യലായ ചൈനീസ് ബേലും കൊടുക്കും. ചേച്ചി, വളരെ രുചിയായിട്ടുണ്ട്, വളരെ അത്ഭുതമായിട്ടുണ്ട്. നാളെ ഞങ്ങൾ വരൂ കേട്ടോ. തീർച്ചയായും വരൂ. നീലിമയുടെ സ്പെഷ്യലായ ചട്നിയും പിന്നെ ആ ചൈനീസ് ബേലും എല്ലാവർക്കും വളരെ ഇഷ്ടമായിരുന്നു. പിന്നെ ആ ഒന്നാണ് കസ്റ്റമേഴ്സൊക്കെ അവരുടെ അടുത്തുനിന്ന് ഇഷ്ടമായപ്പെട്ടത്. ചില നേരം കൊണ്ട് തന്നെ നീലിമ കൊണ്ടുപോയ എല്ലാ സാധനങ്ങളും വേഗം തീർന്നും പോവും. പിന്നെ അവൾ അവളുടെ വീട്ടിലേക്കും തിരിച്ചു പോവും. ഇതാ അമ്മ ഇന്നത്തെ വരുമാനം. വാവ്, ഇന്ന് 600 രൂപ കിട്ടിയിട്ടുണ്ടല്ലോ. അതെ, ഇന്ന് ചട്നിയും നൂഡിൽസും ഒരുപാട് വിറ്റു. നല്ലത്, നാളെയും ഇതുപോലെ ഒരുപാട് വിൽക്ക്. ശരി അമ്മേ. നീലിമ വീട്ടിൽ എത്ര സാധനങ്ങൾ ഉണ്ടാക്കിയാലും അവളുടെ വണ്ടിക്കടയിൽ ഇട്ട ഉടനെ അത് വേഗം തീർന്നും പോവും. എല്ലാം പെട്ടെന്ന് തന്നെ വിൽക്കുകയും ചെയ്യും. ഒരു ദിവസം നീലിയമ്മ വീട്ടിലിരുന്നിട്ട് അവൾ എന്താ ആലോചിച്ചെന്ന് വെച്ചാൽ, അതായത് മേൽക്കൊണ്ട് എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചു. അമ്മേ, എത്ര ചട്നി ചെയ്താലും ശരി, എത്ര നൂഡിൽസ് ഫ്രൈ ചെയ്താലും ശരി, തീർന്നു പോകുന്നു അമ്മേ. ഇത് നല്ല കാര്യമല്ലേ മോളെ? അത് നേരാണ്. പക്ഷെ കസ്റ്റമേഴ്സ് ഒക്കെ പാവമല്ലേ, ഇല്ലാതെ തിരിച്ചു പോകുന്നു. അങ്ങനെ തന്നെ സംഭവിക്കും. അതിനെന്ത് ചെയ്യാൻ പറ്റും? എന്റെ കയ്യിൽ ഒരു ഐഡിയ ഉണ്ട്. അതെയോ? എന്താ അത്? ചേച്ചി, നിങ്ങൾ റെഡിമെയ്ഡ് നൂഡിൽസും ചട്നിയും വാങ്ങി വെച്ചോളൂ. ഇടയിൽ ആ ചട്നിയോടൊപ്പം നിങ്ങളുടെ ചട്നി നിങ്ങൾ മിക്സ് ചെയ്താൽ ആർക്കും അറിയില്ല. നല്ല ഐഡിയ അല്ലേ? അതെങ്ങനെ അറിയാതെ പോകും? അയ്യോ അമ്മ, ചേച്ചിയുടെ നൂഡിൽസിനോടൊപ്പം റെഡിമെയ്ഡ് നൂഡിൽസും ഉണ്ടായിരുന്നാൽ ഏത് വീട്ടിലുണ്ടാക്കിയത് ഏത് റെഡിമെയ്ഡ് എന്ന് ആർക്ക് മനസ്സിലാക്കാൻ പറ്റും? പറയൂ അമ്മേ. അത് ഐഡിയ ഒക്കെ കൊള്ളാം, പക്ഷെ ഞാൻ അങ്ങനെ ചെയ്യില്ല. അതിനു പകരം ഞാൻ തന്നെ ഒരുപാട് നൂഡിൽസ് ചെയ്യാം. അതാണ് ശരി മോളെ. മുമ്പിനെക്കാളും നീലിയമ്മ അവളുടെ ഷെഷ്വാൻ ചട്നി വളരെ കൂടുതലായിട്ട് ചെയ്യാനും തുടങ്ങി. അതേ സമയത്ത് നൂഡിൽസും 2 മടങ്ങായിട്ട് ഉണ്ടാക്കി. എല്ലാവർക്കും തികയുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാ സാധനം എടുത്ത് അവളുടെ തട്ടുകടയിലേക്ക് അവൾ അവിടെ എത്തിക്കഴിഞ്ഞു. അതേ സമയത്ത് അവളുടെ കടയിൽ ഒരു ഫേമസ് ആയ ഫുഡ് ബ്ലോഗർ എത്തി. ഞങ്ങൾ വന്നിരിക്കുന്നു ഞങ്ങളുടെ ചേച്ചി ഫേമസ് ആയ ചൈനീസ് ബേൽ കഴിക്കാൻ വേണ്ടിയാണ്. നമുക്കൊന്ന് കഴിച്ചു നോക്കിയാലോ? വാവ്, ഇത് വളരെ അത്ഭുതമായിട്ടുണ്ട്. വാവ്, നിങ്ങൾ എല്ലാരും തീർച്ചയായിട്ടും നീലിയമ്മയുടെ ചൈനീസ് ബേൽ ഒന്ന് കഴിക്കാൻ വന്നേ പറ്റൂ. ഈ ഫുഡ് ബ്ലോഗറിന്റെ വീഡിയോ വല്ലാതെ വൈറലായി. ഈ ഫുഡ് ബ്ലോഗർ കണ്ടതിനു ശേഷം നീലിയമ്മയുടെ കടയിൽ എപ്പോ നോക്കിയാൽ ആൾക്കാർ വന്നുകൊണ്ടിരുന്നു. ഇപ്പൊ വീണ്ടും നീലിയമ്മയുടെ നൂഡിൽസും ചട്നിയും തീർന്നു പോയി. ഒരു ചൈനീസ് ബേൽ തരൂ ചേച്ചി. കേട്ടാ, എല്ലാം തീർന്നു പോയി. നിങ്ങൾ ദയവായി നാളെ വരൂ. നീലിയമ്മയ്ക്ക് കസ്റ്റമറെ വെറും കൈ തിരിച്ചയക്കുന്നത് തീരെ താല്പര്യമില്ലായിരുന്നു. അന്ന് രാത്രി അവൾ വീട്ടിലേക്ക് തിരിച്ചു വന്നപ്പോൾ, അമ്മേ, ആ വീഡിയോ വൈറൽ ആയതുകൊണ്ട് ഇനിയും കസ്റ്റമേഴ്സ് അധികമാകുന്നു. വളരെ നല്ല കാര്യം മോളെ. അത് ശരിയാണ്, പക്ഷെ ഇന്നും തികഞ്ഞില്ല അമ്മേ. എനിക്ക് കസ്റ്റമേഴ്സിനെ തിരിച്ചയക്കുന്നത് വളരെ കഷ്ടം തോന്നുന്നു. ചേച്ചി, ഞാൻ നിങ്ങളോട് പറഞ്ഞതല്ലേ, ആ ഐഡിയ ഉപയോഗിച്ചു നോക്കൂ. അതാണ് ഞാനും ആലോചിച്ചത്. എല്ലാം വാങ്ങിക്കൊണ്ട് വരാം നാളെ. ഇതാണ് ശരി. അടുത്ത ദിവസം മാർക്കറ്റിൽ നിന്ന് നീലിയേച്ചി വലിയ ഷെഷ്വാൻ സോസും പിന്നെ നൂഡിൽസും വാങ്ങിയിട്ട് വന്നു. പിന്നെ നീലിയമ്മ ദിവസം ചെയ്യുന്ന പോലെ തന്നെ ചട്നി അവൾ വീണ്ടും ഉണ്ടാക്കാനും തുടങ്ങി. നൂഡിൽസും ഫ്രൈ ചെയ്യാൻ തുടങ്ങി. ഈ സാധനമൊക്കെ എടുത്തിട്ട് അവളുടെ വണ്ടിക്കടയിലേക്ക് അവൾ തിരിച്ചും പോയി. എപ്പോഴും പോലെ തന്നെ കട തുറന്ന ശേഷം കസ്റ്റമറൊക്കെ ചുറ്റി വളയ്ക്കാനും തുടങ്ങി. എനിക്ക് 2 ചൈനീസ് ബേൽ പാർസൽ, എനിക്ക് ഒന്ന്. നീലിയമ്മ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പയ്യെ തന്നെ ചട്നിയൊക്കെ കുറയാനും തുടങ്ങി. ഇപ്പോൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവന്ന ചട്നിയും നൂഡിൽസും മിക്സ് ചെയ്യണം. തീരാറായി. പിന്നെ അവൾ പുറത്ത് വാങ്ങിട്ട് വന്ന ചട്നിയും അവളുടെ ചട്നിയും ചേർത്ത് അവൾ ഉണ്ടാക്കാൻ തുടങ്ങി. പിന്നെ ഫ്രൈഡ് നൂഡിൽസിലും അവൾ പുറത്ത് വാങ്ങിയ ഫ്രൈഡ് നൂഡിൽസ് ചേർക്കാൻ തുടങ്ങി. എനിക്ക് 2 ചൈനീസ് ബേൽ വേണം. ഇപ്പൊ തരാം. നീലിയമ്മ വീണ്ടും ചൈനീസ് ബേൽ ഉണ്ടാക്കിയിട്ട് എല്ലാ കസ്റ്റമേഴ്സും എടുത്തു കൊടുക്കുകയായിരുന്നു. ചേച്ചി, ടേസ്റ്റ് ഒന്നും ഇത്തിരി മാറിയിട്ടുണ്ടല്ലോ. മുന്നേ പോലെ ഇല്ല, പക്ഷെ നന്നായിട്ടുണ്ട്. നീലിയമ്മയ്ക്ക് വല്ലാതെ സന്തോഷമായി. അതായത് മാർക്കറ്റിന്റെ ടേസ്റ്റ് അവർക്ക് ഇഷ്ടപ്പെട്ടു എന്ന്. പിന്നെ എന്ത് പറയാനാ, വീണ്ടും പുറത്തുള്ള മാർക്കറ്റിലെ സോസും നൂഡിൽസും എടുത്തിട്ട് അവൾ ഉണ്ടാക്കുന്ന ചട്നിയെല്ലാം ചേർത്ത് അവൾ ഉണ്ടാക്കാനും തുടങ്ങി. രുചിയിൽ ഒരു മാറ്റവും കണ്ടുപിടിച്ചില്ലേ മോളെ?
ഇല്ല അമ്മേ, എല്ലാരും സന്തോഷത്തോടെ കഴിച്ചു. നല്ലത്, ചായ പറഞ്ഞ ഐഡിയ വർക്കൗട്ട് ആയല്ലോ. അമ്മയ്ക്ക് കുറച്ച് സന്തോഷമുണ്ടായിരുന്നു നീലിക്ക് കഷ്ടപ്പെടാതെ കുറച്ച് ജോലി ചെയ്യാൻ പറ്റുന്നു. കുറച്ച് നീലിയമ്മ കുറച്ച് ഭക്ഷണം ഉണ്ടാക്കാനും തുടങ്ങി. പിന്നെ മാർക്കറ്റിൽ നിന്ന് സാധനം വാങ്ങി അത് ചേർത്ത് ഉണ്ടാക്കാനും തുടങ്ങി. എന്നാലും അവളുടെ കടയിൽ കൂട്ടമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഒരു ദിവസം നീലിയമ്മന്റെ കടയുടെ അടുത്ത് അശോക് എന്ന ഒരുത്തൻ കടയുണ്ടാക്കിയിരുന്നു. അവൻ ഷേഷ്വാൻ ചട്നി നൂഡിൽസും മാർക്കറ്റിൽ നിന്നാണ് വാങ്ങിക്കൊണ്ടുവരുന്നത്. നീലിയമ്മയുടെ കസ്റ്റമേഴ്സ് ഒക്കെ അശോകിനടുത്ത് നിന്ന് ചൈനീസ് ബേലും കഴിച്ചു. ഇത് അങ്ങനെ നീലിയമ്മ ഉണ്ടാക്കുന്ന പോലെ തന്നെ ഉണ്ടല്ലോ, എന്ത് സത്യമാണോ? എല്ലാവരും അശോകിന്റെ കടയിലുള്ള ചൈനീസ് ബേല് കഴിക്കാൻ തുടങ്ങിയപ്പോൾ അവർക്ക് എല്ലാവർക്കും വല്ലാതെ ഇഷ്ടവും പെട്ടു. അശോക് വല്ലാതെ ഒരു തന്ത്രക്കാരനായിരുന്നു. അവൻ കസ്റ്റമേഴ്സ് ഒക്കെ അവന്റെ വശത്തേക്ക് വലിക്കാൻ വേണ്ടി എല്ലാ ക്രമവും ചെയ്തു. അതായത് ചൈനീസ് ബേലിന്റെ വില 10 റുപ്യാണെങ്കിൽ അവൻ 2 റുപ്യ കുറച്ച് 8 റുപ്യക്ക് വിൽക്കാനും തുടങ്ങി. എന്റെ പൊന്നോ, 8 റുപ്യുള്ളൂ, നല്ലതായി. എങ്ങനെയായാലും രണ്ടുപേരുടെ ഒരേപോലെ തന്നെ രുചിയുള്ളത്. അതും ശരിയാണ്. കുറവായ വില കൊണ്ട് വിൽക്കുന്നോണ്ട് ആൾക്കാരൊക്കെ അശോകിന്റെ കടയിലായിരുന്നു ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയത്. പിന്നെ മെല്ലെ മെല്ലെ നോക്കിയാൽ നീലിയമ്മയുടെ കടയിൽ ആരുമില്ലാണ്ട് ഉണ്ടായിരുന്നു. ഇന്നൊരൊറ്റ ദിവസമാണ് നീലിയമ്മന്റെ സാധനങ്ങൾ പോവാണ്ട് അങ്ങനെ തന്നെ ഉണ്ടായിരുന്നത്. അവർ വല്ലാതെ വിഷമത്തോടെ വീട്ടിലേക്ക് തിരിച്ചുപോയി. എന്തു പറ്റി? അശോക് തൊട്ടടുത്ത് തന്നെ ചൈനീസ് ബേല കട തുടങ്ങി. പിന്നെ വില 8 രൂപയെന്ന് ഇട്ടിരിക്കുന്നു. അതുകൊണ്ട് കസ്റ്റമേഴ്സ് ഒക്കെ അവിടേക്ക് പോയി. അങ്ങനെയാണെങ്കിൽ ചേച്ചി നിങ്ങളും റേറ്റ് കുറയ്ക്കൂ. പക്ഷെ അത് കാരണം ലാഭം കുറയില്ലേ? അതൊന്നും പ്രശ്നമില്ല, പക്ഷെ എല്ലാം തന്നെ വിറ്റുപോകുമല്ലോ. അടുത്ത ദിവസം നീലിയമ്മ പുതിയ ബോർഡും കടയിൽ ഇട്ടു തുടങ്ങി. അവൾ ചൈനീസ് ബേലിന്റെ വില 7 റുപ്യാണ് ഇട്ടത്. 7 റുപ്യ ഇട്ടതിന് ശേഷം എല്ലാരും ചേർന്ന് നീലിയമ്മയുടെ കടയിലേക്ക് എത്തിക്കഴിഞ്ഞു. ഇപ്പൊ എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ. അശോക് തന്റെ വിലയും കുറച്ച് 5 റുപ്യയ്ക്ക് മാറ്റി. 5 റുപ്യക്ക് ചൈനീസ് ബേലോ? എന്നാ ഞാൻ 2 എണ്ണം കഴിക്കാം. എന്നാ അവിടെയുള്ള എല്ലാ തിരക്കും അശോകിന്റെ കടയിലേക്ക് തിരിച്ചു മാറി. നീലിയമ്മ വല്ലാതെ വിഷമിച്ച് തലയിൽ കൈവച്ചു. അവൾ എന്താ ചെയ്യേണ്ടതെന്ന് അവൾ ആലോചിക്കുകയായിരുന്നു. കുറെ നേരം കഴിച്ചിട്ട് നീലിയമ്മ അവളുടെ വീട്ടിലേക്ക് തിരിച്ചെത്തി. എന്റെ ഐഡിയ വർക്കൗട്ട് ആയോ ചേച്ചി? ഇല്ല, അശോക് 5 രൂപയ്ക്ക് വില കുറച്ചു. ഇപ്പോൾ കൊണ്ടുപോയതൊക്കെ ഞാൻ തിരിച്ചു കൊണ്ടുവന്നു. ഞാൻ 5 രൂപയ്ക്ക് താഴെ വില കുറയ്ക്കാൻ പറ്റില്ല. ഇപ്പോൾ എന്ത് ചെയ്യാനാ? നീ പറഞ്ഞത് ഞാൻ അനുസരിക്കാൻ പാടില്ലായിരുന്നു. എന്റെ ചൈനീസ് ബേല വണ്ടിക്കട നല്ല രീതിയിലായിരുന്നു പോയത്. എന്റെ അത്യാഗ്രഹം കാരണം ഞാൻ പുറത്തുനിന്ന് സാധനം വാങ്ങിയത് കൊണ്ടാണ് എന്റെ അവസ്ഥ ഈ അവസ്ഥയിലായത്. ഞാൻ അത്യാഗ്രഹം കാണിക്കാൻ പാടില്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ നീ എന്തു ചെയ്യും മോളെ? ആദ്യം എന്ത് ചെയ്തോ അത് തന്നെ ഇപ്പോഴും ചെയ്യും. ഞാൻ തന്നെ ചട്നിയും നൂഡിൽസും ചെയ്ത് ചൈനീസ് ബേല ചെയ്യും. ആത്മാർത്ഥതയോടെ ചെയ്യും. വീണ്ടും നീലിയമ്മ ഷെഷ്വാൻ നൂഡിൽസും പിന്നെ ചട്നിയും ഉണ്ടാക്കാനും തുടങ്ങി. വീണ്ടും അവളുടെ കടയിലേക്ക് അവൾ തിരിച്ചും എത്തി. നീലിയമ്മ ബോർഡൊക്കെ ചേഞ്ച് മാറ്റി അതിൽ വിലയും 10 റുപ്യയും ഇട്ടു. പിന്നെ അതിന്റെ മേലെ അവൾ എഴുതിയിട്ടുണ്ട് ഹോം മെയ്ഡ്. കുറച്ചു നേരമായിട്ട് ആരും നീലിയമ്മന്റെ കടയിൽ വന്നില്ല. പിന്നെ കുറച്ചു നേരം കഴിഞ്ഞിട്ട് ഒരു പെണ്ണ് വന്നിരുന്നു. നിങ്ങളുടെ ചൈനീസ് ബേൽ എന്താ ഇത്ര കോസ്റ്റ്ലി ആയിട്ടുള്ളത്? എന്റെ ചട്നിയും നൂഡിൽസും ഹോം മെയ്ഡ് ആണ്. മാർക്കറ്റിലുള്ള ചട്നിയിലും നൂഡിൽസിലും ഈ ടേസ്റ്റ് കിട്ടില്ല. എനിക്കൊരു ചൈനീസ് ബേൽ തരൂ. നീലിയമ്മ ലേഡിക്ക് ചൈനീസ് ബേൽ കൊടുത്തു. വാവ്, നല്ല രുചിയുണ്ട്. ഇതുപോലൊരു ചൈനീസ് ബേൽ ഇതിനു മുൻപേ ഞാൻ കഴിച്ചിട്ടേ ഇല്ല. വീണ്ടും നീലിയമ്മയുടെ കടയിൽ കസ്റ്റമേഴ്സ് വരാൻ തുടങ്ങി. ഇത് അങ്ങനെ തന്നെ പഴയതുപോലെ തന്നെ ഉണ്ട്. വളരെ നന്നായിട്ടുണ്ട്. പിന്നെ എന്ത് പറയാനാ, കസ്റ്റമേഴ്സ് ഒക്കെ വീണ്ടും തിരിച്ച് നീലിയമ്മയുടെ കടയിലേക്ക് തിരിച്ചു വന്നു. അശോകിന്റെ കടയിൽ എല്ലാം വില കുറവാണ്. പക്ഷെ ആ ഭാഗത്ത് ആരും വന്നില്ല. അശോക് എന്താ ചെയ്യേണ്ടെന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് തന്നെ ഇരുന്നു. പക്ഷേ നീലിയമ്മയുടെ കച്ചവടം ആർക്കും തോൽപ്പിക്കാൻ പറ്റില്ലായിരുന്നു. ആ ചൈനീസ് ബേൽ നന്നായിട്ട് പോവാനും തുടങ്ങി. പിന്നെ അവരുടെ വ്യാപാരം വലുതാവാനും തുടങ്ങി. പിന്നെ അവളുടെ ഒരു അത്യാഗ്രഹവും പെടാതെ അവളുടെ കച്ചവടം നന്നായിട്ട് അവൾ ചെയ്യാനും തുടങ്ങി. മഹാരാഷ്ട്രയിലെ ഒരു ഗ്രാമത്തിലായിരുന്നു നീനുവിന്റെയും രാജുവിന്റെയും വീട്. അവരുടെ അച്ഛനും അമ്മയും ചെറുപ്പത്തിലേ മരിച്ചുപോയിരുന്നു. അതുകൊണ്ട് അമ്മൂമ്മയാണ് അവരെ വളർത്തിയത്. ദരിദ്രരായതുകൊണ്ട് അവരുടെ വീട്ടിൽ ഗ്യാസ് സിലിണ്ടർ ഇല്ലായിരുന്നു. 3 പേരും രാവിലെ തന്നെ കാട്ടിൽ പോയി വിറക് ശേഖരിക്കുമായിരുന്നു. മീനു, നീ ഇതുവരെ എത്ര വിറക് ശേഖരിച്ചു? ഞാൻ 15 വിറകുകൾ ശേഖരിച്ചു. ബുദ്ധൂസ് നിനക്കാണെങ്കിൽ 10 എണ്ണല്ലേ കിട്ടിയുള്ളൂ. അമ്മൂമ്മ ഇവള് നുണ പറയുക. ഇവൾ 10 കഷ്ണമേ കൂട്ടിയിട്ടിട്ടുള്ളൂ. എന്നിട്ട് എന്റെ 5 വിറകുകൾ കട്ടെടുത്തതാ. നിങ്ങൾ ഇങ്ങനെ വഴക്കിടാതിരിക്കൂ. രണ്ടാളും ഇങ്ങനെ മത്സരിച്ചുകൊണ്ടിരിക്കുന്നത് എന്തിനാ? അവനവന്റെ ജോലിയിൽ ശ്രദ്ധിക്ക്, അതിൽ സന്തോഷം കണ്ടെത്ത്.
ഒരു ദിവസം രാജുവും മീനുവും അമ്മൂമ്മയും വിറക് കഷ്ണങ്ങൾ ശേഖരിക്കുകയായിരുന്നു. അപ്പോൾ അവർക്ക് ആരോ കരയുന്ന ശബ്ദം കേൾക്കാനിടയായി. ഈ ശബ്ദം ആ തടാകത്തിൽ നിന്നാണല്ലോ വരുന്നത്. വാ പോയി നോക്കിക്കളയാം. ഏതെങ്കിലും ക്രൂര മൃഗങ്ങളാണെങ്കിലോ? മോളെ, കരയുന്നവരെ നമ്മൾ സഹായിക്കുകയാണ് വേണ്ടത്. ഒന്നുമില്ലെങ്കിലും നമുക്ക് അവിടെ വരെ ഒന്ന് പോയി നോക്കുകയെങ്കിലും ചെയ്യാം. ആരാ കരയുന്നെന്ന് നോക്കാലോ. 3 പേരും തടാകക്കരയിലേക്ക് എത്തി. മരത്തിനു പുറകിൽ മറിഞ്ഞിരുന്ന് അവർ നോക്കി നിന്നു. ഒരു രാക്ഷസൻ തടാകക്കരയിൽ കിടക്കുന്നതും കരയുന്നതും അവർ കണ്ടു. ഓ, ഇതേതോ ഭീകരനായ രാക്ഷസനാണെന്ന് തോന്നുന്നു. നമുക്ക് അവന്റെ അടുത്തേക്ക് പോകണോ? ആദ്യം ഞാൻ പോയി നോക്കിയിട്ട് വരാം. നിങ്ങൾ ഇവിടെ തന്നെ നിന്നാൽ മതി. അമ്മുമ്മ രാക്ഷസന്റെ അടുത്തേക്ക് പോയി. അപ്പോ അവർ കണ്ടത് രാക്ഷസന്റെ ദേഹമാസകലം പരിക്കേറ്റി കിടക്കുന്നതാണ്. രാക്ഷസന് കല്ലേറേറ്റതുപോലെയായിരുന്നു കിടന്നിരുന്നത്. നീ ആരാണ്? എന്താ നീ ഇവിടെ ചെയ്യുന്നത്? അമ്മേ, ഞാൻ സമുദ്രത്തിലെ ഒരു ദ്വീപിൽ നിന്നാണ് വരുന്നത്. അങ്ങനെയെങ്കിൽ നീ ഇവിടെ എങ്ങനെ എത്തി? ഞാൻ മാംസം കഴിക്കാറില്ല. അതുകൊണ്ട് എന്റെ വർഗത്തിലുള്ളവർ അവരുടെ കൂട്ടത്തിൽ നിന്ന് എന്നെ പുറത്താക്കി. ഞാൻ മഹാരാഷ്ട്രയിലെത്തിയപ്പോൾ ആളുകൾ എന്റെ മുഖവും രൂപവും ഒക്കെ കണ്ട് പേടിച്ചു. അവരാണ് എന്നെ കല്ലെറിഞ്ഞത്. ഞാൻ ഓടി ഓടി ഇവിടെ വരെ എത്തി. രാജു, മീനു, മരത്തിന്റെ പുറകിൽ നിന്നും പുറത്തേക്ക് വാ. ഇത് ദുഷ്ടനായ രാക്ഷസനല്ല. രാജുവും മീനുവും അമ്മൂമ്മയും ചേർന്ന് രാക്ഷസന്റെ മുറിവുകൾ കഴുകി. കഴിക്കാനായി ഫലങ്ങൾ കൊടുത്തു. ഈ ഫലങ്ങൾ ഞങ്ങൾ ഈ കാട്ടിൽ നിന്ന് തന്നെ പറിച്ചതാ. നീ നോക്കുകയാണെങ്കിൽ നിനക്കും ഇവിടുന്ന് മാങ്ങയും ഞാവൽപ്പഴങ്ങളും അമൃതും ഒക്കെ കിട്ടും. പിന്നീട് രാമുവും അമ്മൂമ്മയും മീനുവും എപ്പോഴെല്ലാം കാട്ടിൽ പോകുന്നുണ്ടോ അപ്പോഴെല്ലാം രാക്ഷസനെ കാണാറുണ്ടായിരുന്നു. പക്ഷേ ഒരു ദിവസം ഒരു പോലീസുകാരൻ അവരെ 3 പേരെയും തടഞ്ഞു. ഞാൻ പറയുന്നത് കേൾക്കൂ. നാളെ മുതൽ കാട്ടിൽ പോകരുത്. സർക്കാർ കാട്ടിൽ ചെന്നുള്ള മരം വെട്ടൽ നിരോധിച്ചിരിക്കുകയാണ്. താങ്കൾ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് സർ. ഞങ്ങള് മരം വെട്ടുകാരൊന്നുമല്ല. വെറുതെ നിലത്ത് കിടക്കുന്ന വിറക് കഷണങ്ങൾ ശേഖരിക്കുകയേ ഉള്ളൂ. ദേ അമ്മൂമ്മേ, ഞങ്ങളെ പൊട്ടന്മാരാക്കരുത്. ഒരു പ്രാവശ്യം ഞാൻ കേറണ്ടെന്ന് പറഞ്ഞാ കേറണ്ട. അങ്ങനെ അവരുടെ കാട്ടിലേക്കുള്ള യാത്ര തടയപ്പെട്ടു. വിറക് കിട്ടാനില്ലാത്തത് കാരണം രാജുവിന്റെയും മീനയുടെയും വീട്ടിൽ പലപ്പോഴും അടുപ്പ് പുകയാതെയായി. പഴങ്ങളും കിട്ടാതെയായി. അമ്മൂമ്മ പരിചയക്കാരുടെ കടയിൽ നിന്നും അവർക്ക് വേണ്ട സാധനങ്ങൾ കടം വാങ്ങി തുടങ്ങി. അങ്ങനെ അത് വീട്ടിലേക്ക് കൊണ്ടുവന്നു. ഇതാ മക്കളെ, ഇത് ബിസ്ക്കറ്റാ. ഉപ്പുള്ളതാണ്, എങ്കിലും കഴിച്ചോളൂ. എനിക്കറിയില്ല ഇനി എന്ന് നമ്മുടെ വീട്ടിൽ അടുപ്പ് പുകയുമെന്ന്. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം അമ്മുമ്മ കടയിൽ സാധനങ്ങൾ വാങ്ങാൻ ചെന്നു. കടക്കാരൻ അപ്പോൾ കടം കൊടുക്കാൻ വിസമ്മതിച്ചു. ഇതിനു മുന്നേ വാങ്ങിയ സാധനങ്ങളുടെ പണമൊന്നും തരാതെ പിന്നെയും സാധനങ്ങൾ വാങ്ങാൻ വന്നിരിക്കുന്നോ? കടം മേടിക്കുന്നതിനൊക്കെ ഒരു പരിധിയില്ല എന്റെ അമ്മൂമ്മേ. ഒരു കാര്യം ചെയ്യ്, കുട്ടികളെയും കൂട്ടി മുംബൈക്ക് പൊക്കോ. എന്തെങ്കിലുമൊക്കെ ജോലി കിട്ടാതിരിക്കില്ല. മുത്തശ്ശി വീട്ടിലേക്കെത്തി എല്ലാ കാര്യങ്ങളും രാജുവിനോടും മീനുവിനോടും പറഞ്ഞു. എന്താ മക്കളെ, നമുക്ക് മുംബൈക്ക് പോയാലോ? ആ മുമ്മേ, നമുക്ക് പോവാം. മുംബൈ കാണാനെന്ന് ഓർക്കുമ്പോ എക്സൈറ്റഡാ ഞാൻ. പക്ഷെ അമ്മൂമ്മേ, നമുക്ക് അങ്ങോട്ട് പോകാനായിട്ട് ധാരാളം പണം വേണ്ടേ? നിങ്ങളുടെ മുത്തശ്ശന്റെ ഓർമ്മയാണ് ഈ താലി. ഈ താലി എന്നും എന്റെ കൂടെ ഉണ്ടാകണമെന്നായിരുന്നു ആഗ്രഹം. എങ്കിലും ഇത് പണയം വെച്ചോ വിറ്റോ എങ്ങനെയെങ്കിലും കുറച്ച് കാശുണ്ടാക്കാം. രാജുവും മീനുവും മുത്തശ്ശിയും മുംബൈക്ക് പോയി. എന്നാൽ അവർക്ക് അവിടെ എന്ത് കച്ചവടം ചെയ്യണമെന്നൊന്നും അറിയില്ലായിരുന്നു. അമ്മൂമ്മ, മുംബൈയിൽ വടാപ്പാവിന്റെ കച്ചവടം വളരെ പ്രശസ്തമാണ്. നമുക്ക് വടാപ്പാവിന്റെ കച്ചവടം തുടങ്ങിയാലോ? പിന്നെ വടാപ്പാവ് എല്ലായിടത്തും ഉണ്ടാവും. വെറുതെ അത് ചെയ്തിട്ട് ഒരു കാര്യമില്ല. എന്നാ നമുക്ക് സമൂസയും ബ്രെഡ് പക്കോട ഉണ്ടാക്കാം. വേണ്ട, ചൗമീനും ദോശയും മതി. ചൗമീൻ ഉണ്ടാക്കാൻ കാരണം ഈ പരിസരത്തെങ്ങും ചൗമീന്റെ കടയെങ്ങും കാണുന്നില്ല. എന്നാൽ അപ്പോൾ കാട്ടിൽ രാക്ഷസന് വേവലാതിയായി. കാട്ടിലേക്ക് രാജുവിനെയും മീനുവിനെയും കാണാതായിട്ട് ദിവസങ്ങളായിരുന്നു. എന്താ പറ്റിയതെന്നറിയില്ല. രാജുവും മീനുവും അമ്മൂമ്മയും എന്നെ കാണാൻ വരാത്തത് എന്തുകൊണ്ടാ? എന്നെ പേടിച്ചിട്ടാകുമോ? അതോ എന്നോടെന്തെങ്കിലും വഴക്കുണ്ടായിരിക്കുമോ? എന്തായാലും ഞാൻ ഒരു തവണയെങ്കിലും അവരെ പോയി കണ്ടേ തീരൂ. ഒരു ദിവസം രാക്ഷസൻ കാട്ടിൽ നിന്നും പുറത്ത് നാട്ടിലേക്ക് വരാൻ ശ്രമിച്ചു. എന്നാൽ അവൻ പോലീസിന്റെ കണ്ണിൽ പെട്ടു. രാക്ഷസന്റെ പിന്നാലെ തോക്കും കൊണ്ട് അയാൾ പാഞ്ഞു. രാക്ഷസൻ ഓടി കുളത്തിൽ ചാടി. എന്നിട്ട് വെള്ളത്തിൽ മറിഞ്ഞു കിടന്നു. അങ്ങനെ ഇത്തവണ അയാൾ രക്ഷപ്പെട്ടു. പോലീസുകാരൻ അവിടുന്ന് പോയതും രാക്ഷസൻ പുറത്തേക്ക് വന്നു. എനിക്കെന്തെങ്കിലും സംഭവിച്ചാലും രാജുവിനെയും മീനുവിനെയും അമ്മൂമ്മയെയും കണ്ടേ മതിയാകും.
അവരെന്തെങ്കിലും പ്രശ്നത്തിൽ പെട്ടിരിക്കുമോന്ന് അറിയില്ലല്ലോ. അവര് 3 പേരും വലിയൊരു പ്രശ്നത്തിൽ തന്നെയായിരുന്നു. കാരണം അവരുടെ ചൗമീന്റെ കച്ചവടം ആകെ കുഴപ്പത്തിലായിരുന്നു. അവരുടെ കടയുടെ അടുത്ത് വേറെ 2 പേർ കൂടി ആ കച്ചവടം തന്നെ തുടങ്ങി. രാജു, നീ നാട്ടിലേക്ക് പോയിക്കോ. എന്നിട്ട് ജമീന്ദാറിന്റെ കൃഷിയിടത്തിൽ എന്തെങ്കിലും ജോലി ചെയ്യാൻ നോക്ക്. ഇവിടെ മുംബൈയിൽ നമ്മുടെ 3 ആളുടെയും ചെലവിനുള്ളത് കിട്ടുന്നേയില്ല. എന്തായാലും ഞങ്ങൾക്ക് 2 ആൾക്കുള്ള വക എങ്ങനെയെങ്കിലും ഉണ്ടാക്കാം. രാജു നാട്ടിലേക്ക് തിരിച്ചെത്തി. രാക്ഷസൻ മാമയെ കണ്ടിട്ടിപ്പോ കുറെ നാളായിട്ടുണ്ടല്ലോ. എന്തായാലും അദ്ദേഹത്തെ കണ്ട് ഞങ്ങളുടെ സങ്കടങ്ങൾ പറയുക തന്നെ വേണം. ഒരു ദിവസം രാത്രിയിൽ മരങ്ങൾക്കിടയിൽ അവൻ ഒളിച്ചിരുന്നു. കാട്ടിലേക്കുള്ള ചെക്ക് പോസ്റ്റിനടുത്ത് അവിടുത്തെ പോലീസുകാർ ഉറങ്ങുന്നത് നോക്കി കാത്തിരുന്നു. അങ്ങനെ അവർ ഉറങ്ങാൻ കയറിയപ്പോ അവൻ പതിയെ കാട്ടിലേക്ക് നടന്നു. രാക്ഷസൻ ഒരു മരത്തിന്റെ മുകളിൽ ഒളിച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ രാക്ഷസൻ രാജുവിനെ കണ്ടതും മരത്തിൽ നിന്നും താഴേക്ക് ചാടി. നിങ്ങൾ എന്നെ പേടിപ്പിച്ച് കളഞ്ഞല്ലോ അമ്മാവ. പിന്നെ പറ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഇവിടെ വല്ലാത്ത കഷ്ടപ്പാടാണ് മോനെ. ഈ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ എപ്പോഴും കാട്ടിലേക്ക് കയറി വരും. അത് കാരണം എനിക്ക് എപ്പോഴും ഒളിച്ചിരിക്കേണ്ടതായി വരും. നിങ്ങൾ 3 പേരും എങ്ങോട്ട് പോയതാ? ഇത്രയും ദിവസമായിട്ടും ഇങ്ങോട്ട് വരാഞ്ഞതെന്താ? ഞങ്ങൾ മുംബൈക്ക് പോയിരിക്കുമായിരുന്നു. മുത്തശ്ശിയും മീനും ഇപ്പോഴും അവിടെ തന്നെയാണ്. എന്നാൽ അവിടെ കച്ചവടം ഒന്നും നന്നായി നടക്കുന്നില്ല. അതുകൊണ്ടാ ഞാൻ ഇങ്ങോട്ട് പോന്നത്. എന്ത് കച്ചവടമാ നിങ്ങൾ അവിടെ തുടങ്ങിയത്? ചൗമീന്റെ കച്ചവടമാ തുടങ്ങിയത്. ചൗമീനോ? അതെനിക്ക് വളരെ ഇഷ്ടമാണ്. പിന്നെ എനിക്ക് ബ്രെഡ് പക്കോടയും ഇഷ്ടമാണ്. എന്റെ അമ്മ ചെറുപ്പത്തിൽ എനിക്ക് പക്കോട ചൗമീൻ ഉണ്ടാക്കി തരുമായിരുന്നു. പക്കോട ചൗമീനോ? ആ, ചൗമീൻ ഉണ്ടാക്കി പാത്രത്തിൽ വെച്ചിട്ട് ശരിയാക്കി എടുക്കണം. അപ്പോഴത് പക്കോട ചൗമീനായി മാറിയിരിക്കും. എങ്കിൽ മുത്തശ്ശിയോട് പക്കോട ചൗമീൻ ഉണ്ടാക്കാൻ പറയാം. ശരിയാണ് പറഞ്ഞത്. സാധാരണ ചൗമീൻ എല്ലാവരും ഉണ്ടാക്കുന്ന ഒന്നാണല്ലോ. പക്ഷെ നിങ്ങൾ പക്കോട ചൗമീൻ ഉണ്ടാക്കിയാൽ വേറെ ആരും അത് ഉണ്ടാക്കുകയില്ല. ആളുകളെല്ലാം നിങ്ങളുടെ കടയിലേക്ക് വരികയും ചെയ്യും. രാക്ഷസൻ അമ്മാവ, ഇത്തവണ ഞാൻ മുംബൈയിലേക്ക് ഒറ്റയ്ക്കല്ല പോകുന്നത്. നിങ്ങളെയും കൊണ്ടുപോകും. ഇല്ല, എനിക്ക് ആളുകൾക്കിടയിൽ വരുന്നത് പേടിയാ. പേടിക്കണ്ടെന്നേ, ഞാൻ ആളുകളോട് പറഞ്ഞോളാം മാമൻ ആരും ഉപദ്രവിക്കാത്ത നല്ല രാക്ഷസനാണെന്ന്. രാജു പിറ്റേന്ന് തന്നെ പോലീസുകാരോട് സംസാരിച്ചു. അങ്കിൾ, കാട്ടിലൊരു രാക്ഷസൻ താമസിക്കുന്നുണ്ട്. ദയവ് ചെയ്ത് അദ്ദേഹത്തെ എന്റെ കൂടെ വിടണം. ഈ രാക്ഷസന്മാർ നമുക്കെല്ലാം അപകടമാ. അതുകൊണ്ട് അവനെ കൊന്നിട്ടേ ഞാൻ അടങ്ങൂ. ഞാൻ പറയുന്നതൊന്ന് വിശ്വസിക്കൂ അങ്കിൾ. ഈ രാക്ഷസൻ മാംസം തിന്നുകയില്ല. അതു കാരണമാ അദ്ദേഹത്തെ ആ രാജ്യത്ത് നിന്ന് പുറത്താക്കിയത്. അങ്ങനെ അദ്ദേഹം എവിടെയും പോകാനില്ലാതെ നമ്മുടെ ഇടയിൽ വന്നപ്പോ നമ്മളാ അദ്ദേഹത്തെ കണ്ട് പേടിച്ചത്. എന്നിട്ട് കല്ലെറിഞ്ഞ് ഓടിക്കുകയും ചെയ്തു. അങ്ങനെയാണെങ്കിൽ ആ രാക്ഷസനോട് ചെയ്തത് അന്യായമാണ്. ശരി, നിനക്ക് ആ രാക്ഷസനെ കൊണ്ടുപോകാം. അങ്ങനെ രാജു ആ രാക്ഷസനെ കാട്ടിൽ നിന്നും പുറത്തെത്തിച്ചു. ഗ്രാമത്തിലുള്ളവരെല്ലാം രാജുവിനെ രാക്ഷസന്റെ കൂടെ കണ്ട് ആശ്ചര്യപ്പെട്ടു. രാജു രാക്ഷസനെയും കൂട്ടി മുംബൈക്ക് പോന്നു. അവൻ കച്ചവടം നടത്തുന്നതിനായി തട്ടുകടയിലേക്ക് രാക്ഷസനെയും കൂട്ടി. അങ്ങനെ ഒത്തിരി ആളുകൾ കടയിൽ വരാൻ തുടങ്ങി. അവിടെ അവർക്ക് രാക്ഷസനെ കാണുകയും ചെയ്യാം, പക്കോട ചൗമീൻ കഴിക്കുകയും ചെയ്യാം. അങ്ങനെ രാജുവിന്റെയും മീനുവിന്റെയും മുത്തശ്ശിയുടെയും സാമ്പത്തിക ഞെരുക്കം മാറിക്കിട്ടി. അവർ സന്തോഷമായി ജീവിക്കാൻ തുടങ്ങി. അവരന്ന് രാക്ഷസനെ സഹായിച്ചില്ലായിരുന്നുവെങ്കിൽ അവർക്കൊരിക്കലും ഇതുപോലെ ജീവിക്കാൻ സാധിക്കില്ലായിരുന്നു. നിങ്ങൾ കേട്ടിട്ടില്ലേ, നല്ലത് ചെയ്താൽ നിങ്ങൾക്ക് നല്ലത് തന്നെ തിരിച്ചു കിട്ടും. മുകുന്ദന് പനത്തോട്ടമുണ്ടായിരുന്നു. അവൻ സ്വന്തമായി പനമരത്തിൽ കയറി നൊങ്ക് പറിച്ചിടും. പിന്നീട് ആ നൊങ്കെല്ലാം എടുത്ത് വ്യാപാരിയുടെ കയ്യിൽ കൊണ്ടുപോയി കൊടുത്തിട്ട് അതിൻ്റെതായ കാശ് വാങ്ങിക്കും. ഇത് നോക്കൂ സാറേ, പനനൊങ്ക് ഇന്ന് നിങ്ങൾ കുറെ തരാൻ നോക്കൂ. മാർക്കറ്റില് പനനൊങ്കിന് നല്ല ഡിമാൻഡുണ്ട്. ശരി സാർ, നാളെ തൊട്ട് ഞാൻ കുറെ പനനൊങ്ക് കൊണ്ടുവരാൻ ശ്രമിക്കാം. ശരി. മുകുന്ദന്റെയും മയൂരിയുടെയും ഒരേ ഒരു മകളാണ് മീന. മീന, നീ എവിടെയാ ഉള്ളത്? ഇത്രയും സമയം ഇവിടെയായിരുന്നു. ഒരു പക്ഷെ ഫ്രണ്ട്സിനോടൊപ്പം കളിക്കാൻ പോയതായിരിക്കും അവൾ. പക്ഷെ നിങ്ങൾ എന്തിനാ അവളെ തേടുന്നത്? അവള് പനനൊങ്ക് കഴിക്കണമെന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ട് അവൾക്ക് ഞാൻ കുറച്ച് പനനൊങ്ക് വെട്ടി കൊണ്ടുവന്നിട്ടുണ്ട്. വരൂ. അപ്പോഴാണ് മീന, ഹായ് നൊങ്ക്, ഇതെനിക്ക് വളരെ ഇഷ്ടമാണ്. ഞാൻ ഇതെല്ലാം ഒറ്റയ്ക്ക് കഴിക്കും. ആ, നിനക്ക് വേണ്ടിയാണ് ഞാൻ കൊണ്ടുവന്നത്. മെല്ലച്ച കഴിച്ചോളൂ. മഴക്കാലമായിരുന്നു അത്. എന്നാലും മുകുന്ദൻ പനമരത്തിൽ കയറി നൊങ്ക് പറിച്ചിടുമായിരുന്നു.
അപ്പോൾ എന്തു സംഭവിച്ചെന്നാൽ 2 ദിവസം മഴ നിൽക്കാതെ പെയ്തു. ദൈവമേ, എത്രയും പെട്ടെന്ന് ഈ മഴ നിന്നേ പറ്റുള്ളൂ. നിങ്ങൾ മരത്തിൽ കയറുമ്പോൾ ശ്രദ്ധിച്ചു കയറണേ. മരത്തിലൊക്കെ മഴ കാരണം പായൽ പിടിച്ചിട്ടുണ്ടാകും. ആ, ഞാൻ ശ്രദ്ധിച്ചെന്നെ മരത്തിൽ കയറുന്നത്. ഞാൻ എന്താ പുതിയതായിട്ടാണോ കയറാൻ പഠിക്കുന്നത്? നിങ്ങൾ വലിയ ബലശാലിയാണെന്ന് എനിക്കറിയാം, പക്ഷെ ശ്രദ്ധിച്ചു കയറിയാൽ മതി. ഓ ശരി എന്റെ ഓഫീസറേ, ഞാൻ പറഞ്ഞ് ശ്രദ്ധിച്ചോളാം. ദേ ഇപ്പൊ പോയി ഇപ്പൊ വരാം. ശരി. മുകുന്ദൻ പനമരത്തിൽ കയറി ഓരോരോ നൊങ്കായി പതുക്കെ പതുക്കെ പറിച്ചിട്ടു. കുറച്ചു സമയത്തിനകം ഇടിവെട്ടി. പിന്നെ പെട്ടെന്ന് മീന അവിടേക്ക് വന്നു. അച്ഛാ! മീനയുടെ ശബ്ദം കേട്ടതും മുകുന്ദന്റെ ശ്രദ്ധ തെറ്റിപ്പോയി. അതുകൊണ്ട് അദ്ദേഹം മരത്തിൽ നിന്നും താഴേക്ക് വഴുതി വീണു. അച്ഛാ! മീന നിലവിളിക്കുന്ന ശബ്ദം കേട്ട് ഗ്രാമത്തിൽ തൊട്ടരികിലുണ്ടായിരുന്ന കുറെ പേര് അവിടേക്ക് ഓടി വന്നു. കൊച്ചച്ചാ, അച്ഛൻ താഴെ വീണു. ഗ്രാമത്തിലെ ആളുകളൊക്കെ അത് നോക്കി നിന്നു. മുകുന്ദനെ ഓപ്പറേഷൻ തിയേറ്ററിൽ ചേർത്തു. ഇനി ഒരിക്കലും അദ്ദേഹത്തിന് സ്വന്തം കാലിൽ നിൽക്കാൻ പറ്റില്ല. ഇപ്പൊ എന്ത് ചെയ്യാനാ? ഇനി നമ്മുടെ കുടുംബം നമ്മൾ എങ്ങനെ നോക്കാനാ? നിങ്ങൾ ഒന്നുകൊണ്ട് വിഷമിക്കേണ്ട. എന്തെങ്കിലും ഒന്ന് തീർച്ചയായും നടക്കും. ദൈവം നമുക്ക് കഷ്ടം തന്നിട്ടുണ്ടെങ്കിൽ പുറത്തു വരാനുള്ള വഴിയും തീർച്ചയായും കാണും. പക്ഷെ എങ്ങനെ? ഇപ്പൊ ഞാൻ ഊനമായല്ലോ. ഇതിന് പകരം ആ ദൈവം എന്നെ കൊന്നാ മതിയായിരുന്നു. അങ്ങനെയൊന്നും പറയല്ലേ. നിങ്ങളാണ് ഞങ്ങളുടെ ജീവിതം മൊത്തം. മയൂരിയും മുകുന്ദനും ഒരുപാട് വിഷമത്തിലായിരുന്നു. അവരുടെ ഭാവി എന്താകുമെന്ന് ആലോചിച്ച്. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം മുകുന്ദനെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. അവർ രണ്ടുപേരും ചേർത്ത് വെച്ചിരുന്ന മുഴുവൻ കാശും അവനെ ചികിത്സിക്കാനായി കാലിയായി. ഞാൻ എന്തെങ്കിലും ഒരു ജോലി തേടാം. നീ ജോലിക്ക് പോകാൻ പോവാണോ? നീ ജോലിക്ക് പോയാൽ പിന്നെ വീട്ടു ജോലി ഇതൊക്കെ എങ്ങനെ ചെയ്യും? ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ചേട്ടാ. തീർച്ചയായിട്ടും വേറെ എന്തെങ്കിലും വഴിയുണ്ടാവും. ഈ വേദനയിലും തീർച്ചയായിട്ടും എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റും. വേണ്ട വേണ്ട, നിങ്ങൾ വിശ്രമിച്ചോളൂ. ഇല്ല മയൂരി, ഞാൻ എന്നും നിനക്ക് ഭാരമായിട്ടുണ്ടാവില്ല. ഈ അവസ്ഥയിൽ നിങ്ങളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? തീർച്ചയായിട്ടും എന്തെങ്കിലും ഉണ്ടാവും. അടുത്ത ദിവസം മുതൽ മയൂരി ജോലി തേടാൻ തുടങ്ങി. അവൾ ഒരുപാട് കമ്പനികളിലും കടകളിലും ചെന്ന് കേട്ടു. പക്ഷെ എവിടെയും അവൾക്ക് ജോലി ലഭിച്ചില്ല. എവിടെയും എനിക്കൊരു ജോലി കിട്ടിയില്ല. ഞാൻ എന്തെങ്കിലും പുതിയതായി വ്യാപാരം ചെയ്യാമെന്ന് ആലോചിക്കുന്നു. പക്ഷേ എന്ത് വ്യാപാരമാണ്? എന്നെ കൊണ്ട് എന്തെങ്കിലും സഹായം ചെയ്യാൻ പറ്റുമോ? ഞാൻ മാർക്കറ്റിലൊരു ബക്കോട കട കണ്ടു. അവിടെ നല്ല തിരക്കുണ്ടായിരുന്നു. ഞാനും വളരെ നന്നായിട്ട് ബക്കോട ചെയ്യും. എന്തുകൊണ്ട് ഞാനും ബക്കോട വിറ്റുകൂടാ? അത് ചെയ്യാലോ. പക്ഷേ എല്ലാവർക്കും ആ കടയിലെ പക്കോടയാണ് വളരെ ഇഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് നീ വല്ല പുതിയ എന്തെങ്കിലും പക്കോട ഉണ്ടാക്കിയാലേ ഹിറ്റാവുള്ളൂ. പുതിയെന്ന് വെച്ചാൽ? അതായത് ചൈനീസ് പക്കോടയുണ്ട്, അത് കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടും. അതുപോലെ എന്തെങ്കിലും പുതിയതായിട്ട്. വേറെ എന്തെങ്കിലും ഒന്ന് വെച്ചാ? മീന, നീ പറ, നിനക്ക് എന്താണ് ഒരുപാട് ഇഷ്ടമുള്ളത്? എനിക്ക് മാഗിയാണ് ഇഷ്ടം. മാഗി പക്കോട ഇട്ടാൽ എങ്ങനെ ഇരിക്കും? മാഗിയിൽ പക്കോട ചെയ്യാൻ പറ്റുമോ? ആ, അതും നല്ല ക്രിസ്പി ആയിട്ട്. നോക്കൂ മീന, പെട്ടെന്ന് ചെന്ന് ഒരു പാക്കറ്റ് മാഗി വാങ്ങിക്കൊണ്ടുവാ. മീന മാഗി വാങ്ങിക്കാനായി ചെന്നു. പിന്നെ കുറച്ചു സമയത്തിനകം 2 മാഗി പാക്കറ്റുമായി വന്നു. മീന മാഗിയെ വേവിച്ചെടുത്തു. എന്നിട്ട് അതിൽ കുറച്ച് മസാലകൾ ചേർത്ത് അതിനെ ചീനിച്ചട്ടിയിലിട്ട് പൊരിച്ചെടുത്തു. പക്കോട റെഡിയായി. മീന അവരുടെ അമ്മ ചെയ്യുന്നത് നോക്കിക്കൊണ്ടേയിരുന്നു. മീനയുടെ അമ്മ മാഗി പക്കോട ചെയ്തുകൊണ്ടിരുന്നപ്പോൾ തന്നെ അതിൽ നിന്നും ഒരു പക്കോട എടുത്ത് മീന കഴിക്കാൻ തുടങ്ങി. ഉടനെ അമ്മ പറഞ്ഞു, പതുക്കെ പതുക്കെ, നല്ല ചൂടുണ്ട്, നല്ല രുചിയുണ്ട് അമ്മേ, വാവ്. മീന ഒരു മാഗി പക്കോട എടുത്ത് തന്റെ അച്ഛന് കൊണ്ടുപോയി കൊടുത്തു. ഇത് ശരിക്കും വളരെ നന്നായിട്ടുണ്ട്. ആ, ഞാൻ പറഞ്ഞില്ലേ ഞാൻ വളരെ നന്നായിട്ട് പക്കോട ഉണ്ടാക്കുമെന്ന്. ഈ മാഗി പക്കോട മാർക്കറ്റിൽ വിൽക്കുമോ? ആഹാ, നന്നായിട്ട്. ഇത് തീർച്ചയായിട്ടും വിജയിക്കും. ഇത് കേട്ടപ്പോൾ മയൂരിക്ക് സന്തോഷമായി. കുറച്ചു ദിവസത്തിനകം തന്നെ മയൂരിയും മുകുന്ദനും കൂടി മാർക്കറ്റിൽ ഒരു മാഗി പക്കോട സ്റ്റാൾ ഓപ്പൺ ചെയ്തു. ഇതെന്താ ആന്റി? മാഗി പക്കോട? മാഗിയിൽ പക്കോടയോ? ആ, ഒരു പ്ലേറ്റ് തരൂ. ശരി ശരി, തരാമോളെ. മയൂരി ആ കുട്ടിക്ക് മാഗി പക്കോട നൽകി. വാവ്, എന്ത് രുചിയാണിത്! ഇതുവരെ ഇതുപോലെ ഒരു പക്കോട ഞാൻ കഴിച്ചിട്ടേ ഇല്ല. ആ കുട്ടി പറഞ്ഞത് കേട്ട് വീണ്ടും ഒരുപാട് കസ്റ്റമർ അവിടേക്ക് വന്ന് മാഗി പക്കോട വാങ്ങി. ആന്റി, ഇത് വളരെ നന്നായിട്ടുണ്ട്. മുകുന്ദൻ മാഗി പക്കോട കടയിൽ മയൂരിയെ സഹായിക്കുന്നുണ്ടായിരുന്നു. കട നല്ല രീതിയിൽ പോയി.
ആദ്യ ദിവസം തന്നെ മുകുന്ദനും മയൂരിയും കൂടി ഒരുപാട് കാശുണ്ടാക്കി. രണ്ടുപേരും സന്തോഷത്തോടെ വീട്ടിലേക്ക് പോയി. ഞാൻ ആലോചിച്ചു പോലും നോക്കില്ല നമുക്ക് ഇത്രയും വരുമാനം കിട്ടുമെന്ന്. ഈ കഷ്ടത്തിലും നമുക്ക് കിട്ടിയ വളരെ സന്തോഷമായ കാര്യമാണിത്. അച്ഛാ, നിങ്ങൾ വിഷമിക്കാതെ ഇരിക്കൂ. നമ്മുടെ എല്ലാ സങ്കടങ്ങളും ഇതോടെ മാറും. നിങ്ങളുടെ അസുഖവും മാറും. മുഴുവൻ കുടുംബവും നല്ല വിശ്വാസത്തോടെ ആയിരുന്നു. എല്ലാരും ഒന്നിച്ച് അതിനായി ശ്രമിക്കുന്നുണ്ടായിരുന്നു. അവരുടെ മാഗി പക്കോട വ്യാപാരം നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്നു. കസ്റ്റമേഴ്സിന്റെ തിരക്കും ഒരിക്കലും കുറഞ്ഞില്ല. കൂടെ തന്നെ അവരുടെ വരുമാനവും അധികരിച്ചുകൊണ്ടേയിരുന്നു. മാഗി പക്കോട പെട്ടെന്ന് ഫേമസ് ആയി. നല്ല പണം വന്നത് കാരണം മുകുന്ദനെ നല്ല രീതിയിൽ അവർ ചികിത്സിക്കാൻ തുടങ്ങി. ചികിത്സ ചെയ്തതുകൊണ്ട് ഈ ട്രീറ്റ്മെന്റ് മൂലമായിട്ട് മുകുന്ദ് സർ നിങ്ങൾ കൊണ്ട് നടക്കാൻ പറ്റും തോന്നുന്നു. കുറച്ച് സെറ്റ് ഓഫ് സർജറി ചെയ്താൽ ശരിയാവും. കാരണം ഈ ട്രീറ്റ്മെന്റ് കൊണ്ട് നിങ്ങളുടെ ബോഡി വളരെ നന്നായിട്ട് തന്നെ റിയാക്ട് ചെയ്യുന്നുണ്ട്. ഡോക്ടർ പറഞ്ഞത് കേട്ട് മൊത്ത കുടുംബവും ഒരുപാട് സന്തോഷിച്ചു. 6 മാസങ്ങൾക്ക് ശേഷം ഇപ്പോൾ മയൂരി സ്വന്തമായ ഒരു മാഗി പക്കോട സ്റ്റാൾ ആരംഭിച്ചു. മനസ്സു നിറയുള്ള സന്തോഷം കാരണം മുകുന്ദന്റെ അസുഖവും മാറി. അദ്ദേഹം പതുക്കെ പതുക്കെ ഒരു വടി പിടിച്ച് നടക്കാൻ തുടങ്ങി. വീട്ടിലുള്ളവരുടെ ആത്മവിശ്വാസം കാരണം മുകുന്ദന്റെ ആത്മവിശ്വാസം വർദ്ധിച്ചു. അതുകൊണ്ട് അദ്ദേഹം എണീറ്റ് നടക്കാൻ തുടങ്ങി. ഇതെല്ലാം തന്നെ ആ മാഗി പക്കോട കാരണമാണ് സംഭവിച്ചത്. പിന്നെ അവരുടെ ആ മാഗി പക്കോട അവരുടെ ജീവിതം തന്നെ മാറ്റിമറിച്ചു.